വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് നിയമം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ CITU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ സംഘടനകളാണ് വണ്ടൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പൊതുയോഗം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം B. മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. വണ്ടൂരിലെ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവർത്തികളുടെ ഭാഗമായുള്ള ഡ്രെയിനേജ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ജംഗ്ഷനിൽ നിത്യവും ഗതാഗത കുരുക്ക്. പ്രവർത്തികളിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രംഗത്ത്. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം. വണ്ടൂരിൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസറെ ആദരിച്ചു. നിലമ്പൂർ PVS മോഡൽ സ്കൂളിലും ഡോക്ടേഴ്സ് ദിനം വിപുലമായി ആചരിച്ചു. ലഹരിക്കെതിരെ പ്രതിരോധം. വിവിധ വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണം പ്രവർത്തനങ്ങളും ശക്തമാക്കി. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് പുതിയ നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടൂരിൽ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി പ്രവർത്തകരാണ് ഈ മാർച്ചിൽ പങ്കെടുത്തത്. തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ പദ്ധതി അട്ടിമറിക്കുവാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ മാർച്ച് നടത്തിയത്. KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം B. മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. ആ പദ്ധതിക്ക് ഇന്നത്തെ ദിവസത്തോടുകൂടി മരണമണി മുഴങ്ങിയിരിക്കുകയാണ്. ഇന്ന് ജൂലൈ 1 തീയതി മുതൽ കേന്ദ്ര സർക്കാർ പുതിയൊരു നിയമം പാസാക്കി ഇന്ന് മുതൽ അത് നടപ്പിലാക്കാൻ പോവുകയാണ്. ആ നിയമം പ്രാബല്യത്തിൽ വന്ന് നടപ്പാകുന്നതോടുകൂടി ഇന്നലെ വരെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി നാം നടത്തിയ പണിയും നമുക്ക് കിട്ടിയിരുന്ന കൂലിയും ഇനി കിട്ടും എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത വിധം ഈ നിയമം മാറ്റി എഴുതിയിരിക്കുന്നു. അതിൻ്റെ പേര് മാറ്റി എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. പേരെന്തായാലും കുഴപ്പമില്ല. നാട്ടുകാർക്ക്, പാവപ്പെട്ടവർക്ക് തൊഴിൽ കിട്ടണം. ആ എടുത്ത പണിക്ക് കൃത്യമായി കൂലിയും കിട്ടണം. NREGW ഏരിയ സെക്രട്ടറി AP ഫിറോസ് ബാബു അധ്യക്ഷനായിരുന്നു. CPIM ഏരിയ സെക്രട്ടറി MT അഹമ്മദ്, KSTU സംസ്ഥാന കമ്മിറ്റി അംഗം N കണ്ണൻ, CITU സംസ്ഥാന കമ്മിറ്റി അംഗം M മോഹൻദാസ്, CITU ഏരിയ സെക്രട്ടറി V അർജുനൻ, പാപ്പാടൻ മീനാക്ഷി എന്നിവർ സംസാരിച്ചു.
സി ജയപ്രകാശ് സ്വാഗതവും എ കോമളവല്ലി നന്ദിയും പറഞ്ഞു. സൗന്ദര്യവൽക്കരണ പ്രവർത്തികളുടെ ഭാഗമായി വണ്ടൂർ ടൗണിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. മാസങ്ങളായി ഇവിടെ ഡ്രൈനേജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കാരണം നഗരത്തിൽ സദാസമയം കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അന്തർ സംസ്ഥാന പാതയിലെ വലിയ വാഹനങ്ങളടക്കം നിത്യേന കടന്നു പോകുന്ന ഒരു പ്രധാന പാതയിലെ ജംഗ്ഷനിലാണ് ഇങ്ങനെ ഗതാഗതക്കുരുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും പ്രവൃത്തിയിലെ അപാകതകളുമാണ് ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുവാൻ കാരണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഇത് പരിഹരിച്ച് വണ്ടൂർ നഗരഹൃദയത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുവാൻ നടപടി വേണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രധാന റോഡുകളായ നിലമ്പൂർ, പാണ്ടിക്കാട് റോഡുകളിലാണ് ഡ്രൈനേജുകളുടെ പ്രവൃത്തി നടക്കുന്നത്. ഗൂഡല്ലൂർ, ഊട്ടി, മൈസൂർ, പാലക്കാട്, തൃശൂർ ഭാഗങ്ങളിലേക്കുള്ള പ്രധാന പാതയായതിനാൽ എപ്പോഴും വാഹന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ട്രാഫിക്കിൽ പോലീസോ ഹോംഗാർഡോ ഇല്ലാത്ത സമയങ്ങളും ഉണ്ടാകുമ്പോൾ വാഹനങ്ങൾ തോന്നുംപടി മുന്നോട്ടെടുക്കും. ഇതോടെ ജംഗ്ഷൻ മണിക്കൂറുകളോളം നിശ്ചലമാകും. ചില സമയങ്ങളിൽ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ, നാട്ടുകാർ, ഓട്ടോ ഡ്രൈവർമാർ, ലോഡിംഗ് തൊഴിലാളികൾ എന്നിവരിറങ്ങിയാണ് ഗതാഗതം നിയന്ത്രിക്കുവാറുള്ളത്. യഥാർത്ഥത്തിൽ കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും വീഴ്ചയാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുവാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നിർമ്മാണ പ്രവർത്തികൾ നടത്തേണ്ടതില്ല എന്ന് മാത്രമല്ല, സമയം ലാഭിച്ച് ചിലവ് ചുരുക്കി പ്രവൃത്തി നടത്താവുന്നതുമാണ്. എന്നാൽ അതിനൊന്നും ശ്രമിക്കാതെ ഇത്തരത്തിൽ പ്രവർത്തികൾ നടത്തുന്നത് ദുരൂഹമാണെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം വിപുലമായ പരിപാടികളോടുകൂടിയാണ് മേഖലയിൽ എങ്ങും സംഘടിപ്പിച്ചത്. ഡോക്ടർമാർ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ വലിയ കാവലാളുകളാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങുകൾ വിവിധ മേഖലകളിൽ നടന്നു. വണ്ടൂരിൽ ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉമ്മർ പള്ളിയാളിയെ ആദരിച്ചു. താലൂക്ക് ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ആരോഗ്യരംഗത്തെ ഡോക്ടർ ഉമ്മർ പള്ളിയാളി നൽകി വരുന്ന മികച്ച സേവനങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ലയൺസ് ക്ലബ്ബ് ആദരവ് നൽകിയത്. ദേശീയ ഡോക്ടേഴ്സ് ദിനത്തോടനുബന്ധിച്ച് സമൂഹത്തിന് മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുന്ന ഡോക്ടർമാരെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചതെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ അറിയിച്ചു. വണ്ടൂർ ലയൺസ് ക്ലബ്ബ് ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് ഇന്ന് നമ്മൾ വണ്ടൂരിലെ തന്നെ ജീവകാരുണ്യ രംഗത്ത് അതുപോലെ തന്നെ പ്രചരണ രംഗത്തൊക്കെ നന്നായി പ്രവർത്തിക്കുന്ന ഡോക്ടറെയാണ് ആദരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കാൻ സാധിച്ചതിൽ വണ്ടൂർ ലയൺസ് ക്ലബ്ബിന് വളരെയധികം സന്തോഷമുണ്ട്. ചടങ്ങിൽ വണ്ടൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് കരുവാട്ട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വി ജസീല, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം ജസീർ, ക്ലബ്ബ് സെക്രട്ടറി ഫൈസൽ ഉൾപ്പില, ട്രഷറർ സുരേന്ദ്രൻ, കെ ടി അബ്ദുള്ളക്കുട്ടി എന്നിവർ പങ്കെടുത്തു. ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഇന്ന് നമ്മുടെ മെഡിക്കൽ ഓഫീസർക്ക് ലയൺസ് ക്ലബിൻ്റെ ഒരു ആദരവ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. നേരത്തെ പറഞ്ഞ പോലെ വളരെ ആപ്റ്റായിട്ടുള്ള ഒരു പേഴ്സണാണ് മെഡിക്കൽ ഓഫീസർ. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഓണർ കിട്ടിയതിൽ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമുണ്ട്. ഡോക്ടേഴ്സ് ദിനം വിപുലമായി ആചരിച്ച് നിലമ്പൂർ PV's മോഡൽ സ്കൂളും വിദ്യാലയത്തിൽ വിപുലമായ പരിപാടികളാണ് ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി നടത്തിയത്. ഇതിൽ പ്രമുഖ ഡോക്ടർമാരും കുട്ടികളുമായി സംവദിച്ചു. ആതുര ശുശ്രൂഷ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ റോസ്മേരി, ഡോക്ടർ സൽവ എന്നിവരാണ് ഡോക്ടേഴ്സ് ദിനത്തിൽ PV's മോഡൽ സ്കൂളിലെ വിദ്യാർത്ഥികളോടൊപ്പം അനുഭവങ്ങളും അറിവുകളും പങ്കുവച്ചത്. സാമൂഹിക ജീവിതത്തിൽ വ്യക്തി ശുചിത്വത്തിൻ്റെ പ്രാധാന്യവും അതിന് അനുവർത്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടർമാർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ദന്തസംരക്ഷണം നല്ല രീതിയിലല്ലെങ്കിൽ പുഞ്ചിരിക്ക് പിന്നിലും അപകടം ഒളിഞ്ഞിരിക്കുമെന്നും അതിഥികളായി എത്തിയ ഡോക്ടർമാർ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. കാര്യക്ഷമമായ ദന്തസംരക്ഷണം നല്ല പുഞ്ചിരി മാത്രമല്ല, നല്ല ആരോഗ്യവും നൽകുമെന്നും ഡോക്ടർമാർ വിദ്യാർത്ഥികളോട് പറഞ്ഞു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് വിദ്യാർത്ഥികൾക്ക് സന്ദേശം നൽകി. പ്രീ പ്രൈമറി വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും, KG കോർഡിനേറ്റർ ഷർഷാദ് റജീം, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. മഹാരാഷ്ട്രയിൽ വെച്ച് നടന്ന ദേശീയ പെൻചാക് സിലാറ്റ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ തിരുവാലി വാളൂറിങ്ങൽ സ്വദേശി P. മുഹമ്മദ് അബാൻ റഹ്മാന് ജന്മനാട് സ്വീകരണം നൽകി. CPIM വാളൂറിങ്ങൽ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് യുവ പ്രതിഭയ്ക്ക് ആവേശോജ്വലമായ സ്വീകരണം ഒരുക്കിയത്. എറിയാട് AUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അബാൻ റഹ്മാൻ പ്രധാന അധ്യാപകൻ N. അബൂബക്കറിൻ്റെയും അധ്യാപകരായ ആഷിഖ്, ഉമൈർ എന്നിവരുടെയും നേതൃത്വത്തിൽ സ്കൂളിലെ കരാട്ട ക്ലബിലൂടെയാണ് പരിശീലനം നേടിയത്.
റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി മുഹമ്മദ് നിംഷാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം K. ജയേഷ്, E. കുഞ്ഞിക്കുട്ടൻ, CK. ബഷീർ, സമീർ മാനീരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരിടവേളയാണ് പ്രേക്ഷകരെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് മടങ്ങി വരാം. ഇരുപത്തിയഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യത്തോടെ എടക്കരയുടെ അഭിമാനമായ ഓട്ടോ പാലസ് കൂടുതൽ സവിശേഷതകളോടെ പ്രവർത്തനം തുടരുന്നു. ഏറ്റവും ഗുണനിലവാരത്തോടെ സെക്കൻഡ് ഹാൻഡ് ബൈക്കുകൾ, കാറുകൾ എന്നിവ ഇനി യഥേഷ്ടം സ്വന്തമാക്കാം. വാഹനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ട്രെയിലർ സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ. EKS ഇഡലി ദോശമാവ് പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503.
എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. വാർത്തകൾ തുടരുകയാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് നാടെങ്ങും മുഴുകിയിരിക്കുന്നത്. സംസ്ഥാന പോലീസ് ഓപ്പറേഷൻ തൂഫാൻ എന്നൊരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പയിൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മേഖലയിലെ വിദ്യാലയങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന പരിപാടികളാണ് നടത്തുന്നത്. ബോധവൽക്കരണവും ലഹരി വിരുദ്ധ റാലിയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു പദ്ധതിക്ക് വലിയ പിന്തുണയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് യുവ സമൂഹത്തെ വലിയ തോതിൽ കാർന്നു തിന്നുന്ന ആ ലഹരിയെ പൂർണ്ണമായും സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. മേഖലയിലെ വിദ്യാലയങ്ങളും ഇതിന് പിന്തുണയേകിക്കൊണ്ടുണ്ട്. ഇന്ന് വിവിധ വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. അതിൻ്റെ വാർത്തകളിലേക്കാണ് ഇനി. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് മമ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു. സ്കൂളിൽ നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ റാലി ഹെഡ് മിസ്ട്രസ് റുക്സാന ഫാറൂഖ് ഫ്ലാഗ് ഓഫ് ചെയ്തു. മമ്പാട് ടൗണിൽ സംഘടിപ്പിച്ച സമാപനത്തിൽ വാർഡ് മെമ്പർ അഷറഫ് ടാണ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. JRC കോർഡിനേറ്റർ ഖുദറത്തുള്ള, SPC അധ്യാപകരായ രേഖ, ഹിബ ഷെറിൻ, ബാബുരാജ് പുൽപ്പറ്റ, മുഹമ്മദ് ഫഹീൻ എന്നിവർ നേതൃത്വം നൽകി. ഓപ്പറേഷൻ തൂഫാന് പിന്തുണയുമായി MES ഹയർ സെക്കൻഡറി സ്കൂളും NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മമ്പാട്ടിൽ ലഹരി വിരുദ്ധ റാലി നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഇന്നി മുഹമ്മദ് റാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി മമ്പാട് അങ്ങാടിയിൽ സമാപിച്ചു. അധ്യാപകരായ VP നജീബ്, AM മുഹമ്മദ് ഹഫീസ്, അനിത, ഷബ്ന, വളണ്ടിയർമാരായ മുഹമ്മദ് യാമിൻ, അഭിമന്യു, ഇസ്ര ഫൻഹ, ഷംന ഷെറിൻ, അംജദ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. അങ്ങാടിയിൽ നടന്ന സമാപന യോഗത്തിൽ അഞ്ജിത P സ്വാഗതം പറഞ്ഞു. പ്രോഗ്രാം ഓഫീസർ ഫസലുർ റഹ്മാൻ സംസാരിച്ചു. NSS ലീഡർ ആസിം ഹനാൻ നന്ദി പറഞ്ഞു. ലഹരിക്കെതിരായ ബോധവൽക്കരണം ശക്തമാക്കി വണ്ടൂർ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ സന്ദേശം വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തിയത്. വിദ്യാലയത്തിലെ VHSC വിഭാഗം NSS യൂണിറ്റ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് റേഞ്ച് ഇൻസ്പെക്ടർ KM ശിവപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പയിൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ, ഒപ്പ് ശേഖരണം, തെരുവു നാടകം, ലഹരിക്കെതിരെ ഒരു ഗോൾ കിക്ക് മത്സരം എന്നിവ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയും ലഹരി വിമുക്ത സമൂഹം എന്ന സന്ദേശം പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. തുടർന്നു നടന്ന ബോധവൽക്കരണ ക്ലാസുകൾക്ക് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രശാന്ത്, KV വിപിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് അംഗം T ഉമ്മർകുട്ടി, PTA പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ, SMC ചെയർമാൻ M ജയപ്രകാശ്, ഹെഡ് മിസ്ട്രസ് M അനീസ, VHSC പ്രിൻസിപ്പൽ M ഐശ്വര്യ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മമ്പാട് ചെമ്പൻകാട് BFC സോഷ്യൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2, USS, LSS വിജയികളെ ആദരിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് K ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ CP സൈഫു നിസ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി KV അഷറഫ് സ്വാഗതം പറഞ്ഞു. മോട്ടിവേറ്റർ CP അഫ്സൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസ് എടുത്തു. ക്ലബ്ബ് അംഗങ്ങളായ K റിയാസ്, KP ഫാസിൽ, കുട്ടി ഹസൻ, CK ഹാരിസ് എന്നിവർ ആശംസകൾ നേർന്നു. ജാസിം ബാവ നന്ദി പറഞ്ഞു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് നിയമം അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ CITU സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വിവിധ സംഘടനകളാണ് വണ്ടൂർ BSNL ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. പൊതുയോഗം KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം B. മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു. വണ്ടൂരിലെ ടൗൺ സൗന്ദര്യവൽക്കരണ പ്രവർത്തികളുടെ ഭാഗമായുള്ള ഡ്രൈനേജ് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ജംഗ്ഷനിൽ നിത്യവും ഗതാഗത കുരുക്ക്. പ്രവർത്തികളിൽ അപാകതകൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രംഗത്ത്. ദേശീയ ഡോക്ടേഴ്സ് ദിനാചരണം. വണ്ടൂരിൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസറെ ആദരിച്ചു. നിലമ്പൂർ PVS മോഡൽ സ്കൂളിലും ഡോക്ടേഴ്സ് ദിനം വിപുലമായി ആചരിച്ചു. ലഹരിക്കെതിരെ പ്രതിരോധം. വിവിധ വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ റാലികൾ സംഘടിപ്പിച്ചു. ബോധവൽക്കരണം പ്രവർത്തനങ്ങളും ശക്തമാക്കി. പ്രേക്ഷകരെ, ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വീണ്ടും വാർത്തകളുമായി കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. വരൂ, നിങ്ങളുടെ ഇഷ്ടവാഹനം ഏറ്റവും വിശ്വസ്തയോടുകൂടി തെരഞ്ഞെടുക്കൂ. ഓട്ടോ പാലസ്, ഊട്ടി മെയിൻ റോഡ്, കലാസാഗർ, എടക്കര. ഫോൺ 9539107485. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ.